പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് 2ാം ക്ലാസ്സിലെ മാത്സ് കണക്ക് ഒന്നാമത്തെ പാഠം ഒരവധിക്കാലത്ത് എന്ന് പറയുന്ന പാഠത്തിൽ 15ാമത്തെ പേജിൽ ഇന്നത്തെ വർക്ക് പറഞ്ഞിരിക്കുന്നത് സംഖ്യ ഏത് എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. സംഖ്യ ഏത് എന്നാണ് പ്രവർത്തനത്തിന്റെ പേര്. നമുക്ക് താഴെയുള്ള ഇത് വായിച്ചു നോക്കാം. 23നോട് 5 കൂട്ടിയ സംഖ്യ, 30ൽ നിന്ന് 2 കുറച്ച സംഖ്യ, 28 ഒന്നുകൾ ചേർന്ന സംഖ്യ, ഒരു 10ഉം 18 ഒന്നുകളും ചേർന്ന സംഖ്യ, 2 10കളും 8 ഒന്നുകളും ചേർന്ന സംഖ്യ. ഈ വർക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം 23നോട് 5 ഒന്നുകൂടി കൂട്ടിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. അത് നമ്മൾ ഈ കള്ളിയിൽ എഴുതണം. 23നോട് 5 കൂട്ടുക എന്ന് പറഞ്ഞാൽ 23ന് മുകളിലേക്ക് 5 ഒന്നുകൾ കൂടി വെച്ചു കൊടുക്കുക. 5 ഒന്നുകൾ കൂടി വെച്ചു കൊടുക്കുക. നിങ്ങളുടെ കൈവരലിൽ എണ്ണം പഠിക്കണം. 24, 25, 26, 27, 28. 23നോട് 5 കൂട്ടിയ സംഖ്യ എന്ന് പറയുമ്പോൾ 28 ആയിരിക്കും. അത് നമുക്ക് ഇവിടെ എഴുതാം. ഈ ബോക്സിൽ 28 എന്ന് എഴുതാം. 28. അടുത്തത് 30ൽ നിന്ന് 2 കുറച്ച സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30ൽ നിന്ന് 2 കുറച്ച സംഖ്യ. 30 ഒന്നുകളിൽ നിന്ന് 2 ഒന്നുകൾ കുറക്കുക. അപ്പൊ 30ന് താഴേക്ക് എണ്ണണം. 30ന് താഴേക്ക് 2 ഒന്നുകൾ കുറച്ചാൽ മതി. 30ന് ഒരൊന്ന് കുറച്ചാൽ 29, മറ്റൊരൊന്നു കൂടി കുറച്ചാൽ അപ്പൊ 2 ഒന്നാവില്ല, ഒരൊന്നു കൂടി കുറച്ചാൽ 28. 30ൽ നിന്ന് 2 കുറച്ച സംഖ്യ 28 ആയിരിക്കും. ആ 28 നമുക്ക് ഇവിടെ എഴുതാം. 28. ഇനി നോക്കൂ, 28 ഒന്നുകൾ ചേർന്ന സംഖ്യ. 28 ഒന്നുകൾ ചേർന്നാൽ എത്രയായിരിക്കും സംഖ്യ? 28 തന്നെയാണ്. 28 ഒന്നുകൾ ചേർന്നാൽ 28 നമുക്ക് ഇവിടെ എഴുതാം. 28 ഒന്നുകൾ ചേർന്ന സംഖ്യ 28. ഒരു 10ഉം 18 ഒന്നുകളും ചേർന്ന സംഖ്യ. ഒരു 10, പിന്നെ അതിലേക്ക് 18 ഒന്നുകളും കൂടി ചേർന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, 18 ഒന്നുകളെ നമ്മൾ ഈ 10നോട് കൂടി ചേർത്ത് വെക്കുകയാണ്. 10നോട് കൂടെ 18 ഒന്നുകൾ എണ്ണാം നമുക്ക്. അല്ലെങ്കിൽ 18 ഒന്നിൽ നിന്നും 10 ഒന്നുകളും ഈ 10 ഒന്നുകളും ചേർത്താൽ 20 ഒന്നാകും. ആ 20 ഒന്നിലേക്ക് 8 ഒന്നുകൾ ചേർത്താൽ 28 ആവും. അതായത് ഒരു 10ഉം 18 ഒന്നുകളും ചേർന്നാൽ 28 ആവും. 28 നമുക്ക് ഇവിടെ എഴുതാം. 28. ഇനി 2 10കളും 8 ഒന്നുകളും ചേർന്ന സംഖ്യയാണ്. 2 10കൾ എന്ന് പറഞ്ഞാൽ 10 + 10. 2 10കൾ ഒരുമിച്ച് വെച്ചാൽ 20 കിട്ടും. 20ലേക്ക് 8 ഒന്നുകൾ ചേർക്കണം. 20ന്റെ മുകളിലേക്ക് 8 ഒന്നുകൾ വെച്ചു കൊടുക്കുക. അപ്പം 21, 22, 23, 24, 25, 26, 27, 28. അപ്പം 2 10കളും 8 ഒന്നുകളും ചേർന്ന സംഖ്യ എന്ന് പറഞ്ഞതും 28 ആണ്. നമുക്ക് അത് ഇവിടെ എഴുതാം. 28. അപ്പൊ നോക്കൂ, നമുക്ക് ഈ സംഖ്യ ഏത് എന്നുള്ള 28 എന്ന സംഖ്യയെ വ്യത്യസ്ത രീതിയിൽ ഒന്നുകളും 10കളും ചേർത്ത് വെച്ചതും ഒഴിച്ചു നിർത്തിയതും മാറ്റിവെച്ചതും ഒക്കെയായ സംഖ്യകളാണ് ഈ കാണുന്നത്. ഇനി ഇതുപോലെ 16 എന്ന ഉത്തരം കിട്ടുന്ന വാക്യങ്ങൾ എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 16 ഇതുപോലെ 16 എന്ന് ഉത്തരം കിട്ടുന്ന വാക്യങ്ങൾ. അപ്പൊ നമുക്ക് 16, ഇവിടെ നേരത്തെ 28 ആയിരുന്നു. നമുക്ക് 16നെ ഏതൊക്കെ രീതിയിൽ എഴുതാൻ കഴിയുമെന്നാണ് നോക്കേണ്ടത്. നമുക്ക് നോക്കാം. 16ല് നമുക്ക് ആദ്യം ഇവിടെ എന്ത് എഴുതാം? ഈ 16ൽ എത്ര 10ഉം എത്ര ഒന്നുകളുണ്ട്? 10നോട് ഒരു 10 ആണുള്ളത്. 6 ഒന്നുകൾ. അപ്പം 10നോട് 6 കൂട്ടിയ സംഖ്യ എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇവിടെ എഴുതിയ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. 10നോട് 6 കൂട്ടിയ സംഖ്യ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. 10നോട് 6 കൂട്ടിയ സംഖ്യ. 10നോട് 6 കൂട്ടിയ സംഖ്യ എത്രയായിരിക്കും? 16 ആയിരിക്കും. ഇനി നമുക്ക് 30ൽ നിന്ന് 2 കുറച്ച സംഖ്യ ഈ രീതി തന്നെ എഴുതണമെന്നില്ല, ഞാനൊരു മോഡൽ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതിന് തൊട്ടടുത്ത സംഖ്യ 16 കഴിഞ്ഞാൽ നമുക്ക് 20 എടുക്കാം. 20ൽ നിന്നും എത്ര കുറച്ചാലാണ് ഈ 16 കിട്ടുക എന്ന് നോക്കുക. അപ്പൊ 20ൽ നിന്നും എത്ര കുറച്ചാൽ
16 കിട്ടും. 20 അല്ലെങ്കിൽ 17, 18, 19 ഇഷ്ടമാണ്. ഞാൻ 20 എടുക്കുന്നത്. 20 നിന്ന് എത്ര കുറച്ചാൽ കിട്ടും? 20 നിന്നും 16 കിട്ടുന്നത് വരെ താഴേക്ക് ഓരോന്ന് കുറച്ച് വരിക. 20, 18, 19, 18, 17, 16. അപ്പൊ 4 കുറക്കണം. അപ്പം 20 നിന്നും 4 കുറച്ച സംഖ്യ. ഇവിടെ നമുക്ക് 20 നിന്നും 4 കുറച്ച സംഖ്യ. 20 നിന്നും 4 കുറച്ച സംഖ്യ. നമുക്കൊരു രീതിയിൽ അങ്ങനെ എഴുതാം. 20 നിന്നും 4 കുറച്ച സംഖ്യ എന്ന് എഴുതാം. ഇനി ഇതിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 16 ഒരു 10ഉം 6 ഒന്നുകളാണ്. അപ്പം ഒരു 10ഉം 6 ഒന്നും ചേർന്ന സംഖ്യ. ഒരു 10ഉം 6 ഒന്നും ചേർന്ന സംഖ്യ. അവിടെ എഴുതിയിട്ട് നമുക്ക് ഒരു 10ഉം 6 ഒന്നും ചേർന്ന സംഖ്യ. ഒരു 10ഉം 6 ഒന്നുകളും ചേർന്ന സംഖ്യ. ഒരു 10ഉം 6 ഒന്നുകളും ചേർന്ന സംഖ്യ. ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈ 16 ഒന്നുകൾ മാത്രം എടുത്ത് നോക്കാം. എത്ര ഒന്നുകളുണ്ട്? 16 ഒന്നുകളുണ്ട്. അപ്പൊ 16 ഒന്നുകൾ ചേർന്ന സംഖ്യ എന്ന് ഇവിടെ എഴുതാനോ? 16 ഒന്നുകൾ ചേർന്ന സംഖ്യ നമുക്കിവിടെ എഴുതാം. 16 ഒന്നുകൾ ചേർന്ന സംഖ്യ. നോക്കൂ, ഈ പ്രവർത്തനത്തെ ഈ 16നെ വ്യത്യസ്ത രീതിയിൽ എഴുതിയതാണ്. ഒന്നുകളും 10കളും ഇതിനോട് കൂട്ടിയതും അതുപോലെ തന്നെ എണ്ണി താഴേക്ക് കുറച്ചതും ഒക്കെ ആയ വ്യത്യസ്ത രീതിയിൽ എഴുതിയതാണ് 16 എന്ന് പറയുന്ന സംഖ്യ. മുകളിൽ 28 എന്ന് പറയുന്ന സംഖ്യയാണ് നമ്മൾ എഴുതിയത്. ഇവിടെ 16 എന്ന് പറയുന്ന സംഖ്യയാണ് എഴുതിയത്. ഇത് നമുക്ക് അടുത്ത പ്രവർത്തനം ഏതാണ് നൽകിയെന്ന് നോക്കാം. ഇനിയുള്ള പ്രവർത്തനം മുത്തുക്കുട എന്ന് പറയുന്ന പ്രവർത്തനമാണ്. വായിച്ചു നോക്കാം. ഉത്സവത്തിന് മുത്തുക്കുടകൾ പിടിച്ച് ആളുകൾ നിരന്നു നിന്നു. എന്തു ഭംഗിയാ മുത്തുക്കുടകൾ കാണാൻ. അഭിനന്ദും നന്ദനയും മുത്തുക്കുടകൾ നോക്കി നിന്നു. ഇതാണ് മുത്തുക്കുട. ഇതില് പറയുന്നത് നിറം നൽകൂ എന്നാണ്. ഈ നടുവിലുള്ള മുത്തുക്കുടക്ക് നമുക്ക് നിറം നൽകണം. ഇനി പറയുന്നത് ഇവിടെ ഏതാനും ചോദ്യങ്ങളുണ്ട്. അതിൽ ആ ചോദ്യം ചെറിയ മുത്തുക്കുടകൾ ആകെ എത്രയുണ്ട് എന്നാണ്. ഇത് വലിയൊരു മുത്തുക്കുടയാണ്. ബാക്കിയുള്ളത് ഈ ചെറിയ മുത്തുക്കുടകളാണ്. നമുക്ക് അത് ഒന്ന് എണ്ണണം. സാവധാനം എണ്ണിയാൽ മതി, പഴച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കത് മാർക്ക് ചെയ്തുകൊണ്ട് എണ്ണാം. ഈ തലക്കലിന് ഈ തുടക്കത്തിൽ നിന്ന് മാർക്ക് ചെയ്തുകൊണ്ട് എണ്ണാം. ഞാൻ മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27. 27. ആകെ എത്ര മുത്തുക്കുടകളുണ്ട്? 27 മുത്തുക്കുടകൾ. ഞാൻ പിഴക്കാതിരിക്കാൻ വേണ്ടി ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാർ അങ്ങനെ തന്നെ എണ്ണുക. അപ്പൊ ഇവിടെ ചെറിയ മുത്തുക്കുടകൾ ആകെ എത്രയുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് 27 27 എന്ന് എഴുതാം. 27. ഇനി നോക്കൂ, ഇനി നമുക്ക് താഴെയുള്ള അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തില് പച്ച മുത്തുക്കുടകൾ എത്രയുണ്ട്, ചുവപ്പ് മുത്തുക്കുടകൾ എത്രയുണ്ട് എന്ന 2 ചോദ്യമാണ്. ഈ കുടയില് പച്ച കുടയുമുണ്ട്, ചുവപ്പ് കുടയുമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പച്ചക്കുടകൾ എണ്ണി നോക്കാം. ഈ കാണുന്നതാണ് പച്ചക്കുടകൾ. നമുക്ക് മാർക്ക് ചെയ്തുകൊണ്ട് എണ്ണാം. കൂട്ടുകാരൻ കൂടെ എണ്ണുക. പച്ച കുടകൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഇൻറ്റു ആണ് ഇടുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 പച്ചക്കുടകളാണുള്ളത്. 12 പച്ചക്കുടകൾക്ക് ഞാൻ മാർക്ക് ഇട്ടു. അതിനുശേഷം നമുക്ക് ഇവിടെ 12 പച്ച മുത്തുക്കുടകൾ എന്ന് എഴുതാം. 12 എന്ന് എഴുതാം. ഇനി അടുത്ത ചോദ്യം
ചുവപ്പ് മുത്തുക്കുടകൾ എത്രയുണ്ട് എന്നാണ്. നമുക്ക് ബാക്കിയുള്ള ചുവപ്പ് ആയിരിക്കും. നമുക്ക് അത് ടിക്ക് മാർക്ക് ഇടാം. ഞാൻ ടിക്ക് മാർക്ക് ഇട്ട് നോക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 മുത്തുക്കുടകളാണ് ചുവപ്പുള്ളത്. ആ ചുവപ്പ് ഉള്ള 15 മുത്തുക്കുടകൾ നമുക്ക് എഴുതാം. 15 നോക്കൂ. ആകെ ചെറിയ മുത്തുക്കുടകൾ 27, അതിൽ പച്ച മുത്തുക്കുടകൾ 12, ചുവപ്പ് മുത്തുക്കുടകൾ 15. ഇനി ഏത് നിറമുള്ള മുത്തുക്കുടകളാണ് കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുവപ്പാണോ പച്ചയാണോ? അത് നമ്മൾ കൂടുതൽ എങ്ങനെ കണ്ടെത്തുക? നമ്മൾ ആദ്യം 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യ നോക്കും. 10ന്റെ സ്ഥാനത്ത് ഇവിടെ 1 ഇവിടെയും 1. അത് രണ്ടും തുല്യമാണെങ്കിൽ പിന്നെ നമ്മൾ 1ന്റെ സ്ഥാനത്തുള്ള സംഖ്യ നോക്കും. 1ന്റെ സ്ഥാനത്തുള്ള ഇവിടെ 2, പച്ച മുത്തുകുടക്ക് 2, ചുവപ്പ് മുത്തുകുടക്ക് 5. അപ്പൊ ഏതായിരിക്കും കൂടുതൽ? 5 കൂടുതൽ അല്ലെ? 5 ഒന്നുകളാണത്. അപ്പം ഏത് മുത്തുകുടകളാണ് കൂടുതലുള്ളത്? ഇവിടെ ചുവപ്പ് എന്നെഴുതാം. നമുക്ക് ചുവപ്പ് എന്നെഴുതാം. റെഡ്, ചുവപ്പ്. ഇനി അവസാനത്തെ ചോദ്യം എത്ര കൂടുതൽ എന്നാണ്. ചുവപ്പ് എത്രയാണ് കൂടുതൽ എന്നാണ്. നോക്കൂ, ഇവിടെ ചുവപ്പ് മുത്തുക്കുട 15ഉം പച്ച മുത്തുക്കുട 12ഉമാണ്. അപ്പൊ നമ്മൾ 12ൽ നിന്നും 15ലേക്ക് എത്താൻ എത്ര ഒന്നുകൾ വെക്കണമെന്ന 12 ഒന്നിനോട് കൂടെ എത്ര ഒന്നുകൾ ചേർത്താൽ 15 ഒന്നാകുമെന്നാണ്. നമ്മൾ എണ്ണി നോക്കാം. 12 മുകളിലേക്ക് എണ്ണുക 15 കിട്ടുന്നത് വരെ 12, 13, 14, 15. അപ്പൊ എത്ര? 3 ഒന്നുകൾ ചേർത്തപ്പോഴാണ് നമുക്ക് 15 കിട്ടിയത്. അപ്പൊ എത്ര കുടകളാണ് കൂടുതലുള്ളത്? 3 ചുവപ്പ് കുട. അപ്പൊ നമുക്ക് 3 എന്നെഴുതാം. 3 എന്നെഴുതാം. നോക്കൂ, ഇത് നമ്മൾ ആദ്യം ചെയ്തത് എണ്ണി, പിന്നെ നമ്മൾ അതിന്റെ ചെറുതും വല്ല പച്ച അതിന് നിറം വേർതിരിച്ചു, അതിൽ കൂടുതൽ ഏതാണെന്ന് കണ്ടെത്തി. എത്രയാണ് കൂടുതൽ എന്നുള്ളത് നമ്മൾ കൂടുതലിൽ നിന്നും കുറവിൽ നിന്നും കൂടുതലേക്ക് എണ്ണി, അല്ലെങ്കിൽ കൂടുതലിൽ നിന്നും കുറവുള്ളത് നമ്മൾ കുറച്ചെടുത്തു. ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രവർത്തനം പൂർത്തിയാക്കിയത്. കൂട്ടുകാർ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ഈ ഭാഗത്തുണ്ട്. നിങ്ങൾ ചെയ്തു പഠിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.